കേരള സർക്കാരിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ആരോഗ്യ രംഗത്ത് പൊതുമേഖലയോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയ്ക്കും ഗവൺമെൻറ് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം നൽകുന്നുണ്ട്. കാരണം ആരോഗ്യ രംഗത്ത് ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉണ്ടാവണമെങ്കിൽ ഗവൺമെൻറ്റിനോടൊപ്പം സ്വകാര്യ ആശുപത്രികളും പ്രധാന പങ്ക് വഹിക്കുന്നു. ഒരാൾക്ക് രോഗം വന്നാൽ രോഗം എങ്ങനെ മാറണം എന്നാ ചിന്തിക്കണം, അല്ലാതെ ചികിത്സയുടെ കാര്യങ്ങളല്ല. നല്ല ചികിത്സ നൽകണം. ആ നല്ല ചികിത്സ നൽകുന്ന കാര്യത്തിൽ എല്ലാ ആശുപത്രികൾക്കും തുല്യ ഉത്തരവാദിത്വമുണ്ട്. പക്ഷെ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ സർക്കാർ ആശുപത്രികളെ സ്വകാര്യ ആശുപത്രിയെ പോലെ പര്യാപ്തമാക്കുക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. സ്വകാര്യ ആശുപത്രിയോടൊപ്പം ഓടിയെത്താൻ സർക്കാർ ആശുപത്രികളെയും പര്യാപ്തമാക്കുക എന്നുള്ളത് ഏതൊരു മന്ത്രിയുടെയും ചുമതലയാണ്, ആരോഗ്യമന്ത്രിയുടെയും ചുമതലയാണ്. പക്ഷെ അത് നിർവഹിക്കുമ്പോൾ തന്നെ സ്വകാര്യ മേഖലയ്ക്കുള്ള പ്രാധാന്യത്തിന് ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഞാൻ മന്ത്രിയായി ചാർജ് എടുത്തതിന് ശേഷം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ പകർച്ചവ്യാധികൾ. അപ്പോൾ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എല്ലാ വർഷവും ഒരു പതിവ്, ആദ്യഘട്ടം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടക്കും. പിന്നെ മഴക്കാലത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ കോടിക്കണക്കിന് ഫണ്ട് ചെലവഴിക്കും. ഇതെല്ലാം ആണെങ്കിലും ഓരോ വർഷവും പകർച്ചവ്യാധികളുണ്ടാവും. ചിലവ് കൂടിയും കുറഞ്ഞിരിക്കുന്നു മാത്രമേ. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതെന്തുകൊണ്ട് നമുക്ക് ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിയുന്നില്ല? ഉദാഹരണം പറഞ്ഞാൽ, ഏതാനും വർഷം മുമ്പ്, ഏതാണ്ട് 8 വർഷം മുമ്പാണ് നിപയുടെ സാന്നിധ്യം കേരളത്തിലുണ്ടാകുന്നത്. അത് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലാണ്. ഏതാണ്ട് കേരളത്തിൽ 21 പേര് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ 16 പേരുടെ കണക്കാണ് നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ അത്രയും മരണമുണ്ടായി. പക്ഷെ പിന്നീടും നിപയുടെ സാന്നിധ്യം ഉണ്ടായി. കഴിഞ്ഞ മാസം 10-ാം തീയതി നിപയുടെ സാന്നിധ്യം കോഴിക്കോട് ഒരു രോഗിയിൽ കണ്ടു. പക്ഷേ അതിൻ്റെ മരണസംഖ്യ കുറഞ്ഞു വരുന്നുണ്ട്. ഇപ്പോൾ ഈ തവണ ഭാഗ്യത്തിന് ഇതുവരെ ഈ നിമിഷം വരെ മരണം ഉണ്ടായിട്ടില്ല. നിപ രോഗി ഒരാൾക്ക് മാത്രമേ പോസിറ്റീവായിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിലും അദ്ദേഹത്തിന് നിപ ഇപ്പോൾ നെഗറ്റീവായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗക്കാർക്കും തന്നെ പോസിറ്റീവായിട്ടില്ല, എല്ലാം നെഗറ്റീവാണ്. ഏതാണ്ട് 100 ആളുകളെ പരിശോധിച്ചതിൽ നിന്ന് തന്നെ ഒരാൾക്ക് പോലും പോസിറ്റീവായിട്ടില്ല. പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ സാന്നിധ്യം വീണ്ടും ഉണ്ടാവും? വവ്വാലിൻ്റെ കാരണം പറയുന്നത് വവ്വാലുകളാണ്. ഡോക്ടർമാർക്കറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു ചോദ്യം വന്നു, വവ്വാല് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ടല്ലോ, എന്തുകൊണ്ട് നിപ 2 ജില്ലകൾ മാത്രമായിട്ട് ഇങ്ങനെ വരുന്നു? അതും ഗവേഷണം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു. ഒരു വിദഗ്ധരുള്ള ഒരു ഡോക്ടർമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റി വയ്ക്കാം. ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ച് പരിശോധിച്ച് റിപ്പോർട്ട് നൽകട്ടെ. 2 തരത്തിൽ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ഒന്ന്, ഇമ്മീഡിയറ്റായി സ്വീകരിക്കേണ്ട റിപ്പോർട്ട് എന്താണ്, അതവർ നൽകി കഴിഞ്ഞു. പിന്നീട് ഇതിൻ്റെ ശാശ്വത പരിഹാരത്തിൻ്റെ റിപ്പോർട്ട്. ഞാൻ സൂചിപ്പിക്കാൻ കാരണം, ആ എക്സ്പെർട്ട് കമ്മിറ്റിയിൽ പ്രൈവറ്റ് ആശുപത്രികളുണ്ട്, ഗവൺമെൻറ് ആശുപത്രികളുണ്ട്. അതിന് ചെയർമാൻ ഡോക്ടർ SS ലാൽ, അദ്ദേഹം സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ്. അത് ഡോക്ടർ മാത്താണ്ടമ്പിള്ള ഉൾപ്പെടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഗവൺമെൻറ് ആയ കാര്യത്തിൽ തുല്യ പ്രാധാന്യം 2 മേഖലയ്ക്ക് നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് ഉള്ള പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് SUT, അതുപോലെ SK, അതെല്ലാം കിംസ്, അങ്ങനെ സ്വകാര്യ മേഖലയിലെ ഹോസ്പിറ്റലുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ മെഡിക്കൽ കോളേജുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്, മറ്റ് താലൂക്ക് ആശുപത്രികളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുമുണ്ട്. അപ്പോൾ എല്ലായിടത്തും സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ, ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ മാനേജ്മെൻറ്റ് വർദ്ധിപ്പിക്കും, എന്നാൽ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ ഗവൺമെൻറ് തന്നെയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. പക്ഷേ ആ ഗവൺമെൻറ് ആശുപത്രികളുടെ കെട്ടിട നിർമ്മാണത്തിലും മറ്റ് യൂണിറ്റുകളുടെ നിർമ്മാണത്തിലൊക്കെ സർക്കാർ ഫണ്ട് കൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നേറില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, CSR ഫണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളുടെ നവീകരണം ഞങ്ങൾ പൂർത്തീകരിക്കും. അതിനൊരു വാർത്ത വന്നു, അസംബ്ലിയിലും വന്നു വാർത്ത, ആരോഗ്യ മേഖല സ്വകാര്യവൽക്കരിക്കാൻ പോകും. CSR ഫണ്ട് ഉപയോഗിച്ച് ഗവൺമെൻറ് ആശുപത്രികൾ നവീകരിക്കുന്നതും ഒരു സർക്കാർ ആശുപത്രി സ്വകാര്യവൽക്കരിക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം കെട്ടിടം ഗവൺമെൻറ്റിൻ്റെ ആണ്, അതിൻ്റെ ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രൈവറ്റൈസേഷൻ്റെ പ്രശ്നം ഉത്ഭവിക്കുന്നില്ല. അപ്പോൾ സ്വകാര്യ മേഖലയും പൊതുമേഖലയുമാണ് ജനത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ പകർച്ചവ്യാധികൾ ഇത്തവണ കുറച്ച് കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത നിർദ്ദേശം മറ്റൊന്നുമല്ല, ഈ രോഗം ഒളിച്ചു വയ്ക്കേണ്ട ഒരു കാര്യമല്ല. ഈ വർഷത്തെ രോഗത്തിൻ്റെ കണക്ക് പറയുമ്പോൾ കഴിഞ്ഞ വർഷമായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല.
ഈ വർഷം എന്ത് സംഭവിച്ചു എല്ലാവർക്കും അറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായി തവണ നടന്നില്ല. കാരണം ഫെബ്രുവരിയിലാണ് ഇത് ആരംഭിക്കുന്നത്. എല്ലാവർക്കും ഒരു ഇലക്ഷൻ മൂടായി. അതുകൊണ്ട് തന്നെ ഫലപ്രദമായിട്ടുള്ള പ്രതിരോധം നടന്നിട്ടില്ല. പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞ് ഗവൺമെന്റ് വന്നപ്പോഴേക്കും പകർച്ചവ്യാധികൾ വ്യാപിച്ചു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്കും അറിയാം, ഒരു രോഗം വരാതിരിക്കണമെങ്കിൽ ആരോഗ്യവകുപ്പ് മാത്രം വിചാരിച്ചാൽ പോരാ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പ്രാധാന്യമുണ്ട്. അവരാണ് ക്ലീനിങ് നടത്തേണ്ടത്. ശുദ്ധജലം ഉറപ്പാക്കേണ്ടത് വാട്ടർ അതോറിറ്റിയാണ്. അതുപോലെ തന്നെ വിദ്യാലയങ്ങളിൽ അവരുടെ കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കേണ്ടത് വിദ്യാലയങ്ങളാണ്. ഇപ്പോൾ തന്നെ ഷിഗല്ല പടർന്നപ്പോൾ വയനാട്ടിലൊരു വിദ്യാലയത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഏതാണ്ട് 22ഓളം കുട്ടികളെ ഹോസ്പിറ്റലൈസ് ചെയ്തു. ഞാനവിടെ സ്ഥലത്ത് പോയി നോക്കിയപ്പോൾ ആ സ്കൂളിലെ കിണറുകളിൽ നിന്നുള്ള ബാക്ടീരിയയാണ് ആ രോഗം ഉണ്ടാക്കിയത്. അപ്പോൾ വിദ്യാലയങ്ങളുടെ കിണറുകൾ പരിശോധിക്കുക. അതുകൊണ്ടാണ് ഞങ്ങൾ 3 ഡ്രൈ ഡേ പ്രഖ്യാപിച്ചു. ആദ്യത്തെ ഡ്രൈ ഡേ വെള്ളിയാഴ്ച സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ തുറന്നു കളഞ്ഞ് ഒരു ശുദ്ധീകരണം നടത്തുക. ശനിയാഴ്ച ദിവസങ്ങൾ സർക്കാർ ഓഫീസുകൾ നടത്തുക. ഞായറാഴ്ച ദിവസം സ്വന്തം വീട്. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് എൻ്റെ ഉദ്ഘാടനം നടത്തിയത്. മന്ത്രിയുടെ വീട്ടിൽ തന്നെ ആരംഭിച്ചു. അപ്പം ഇങ്ങനെയുള്ള പകർച്ചവ്യാധികൾ പടരാതെ നോക്കാനും വേണ്ടത്ര മുൻകരുതൽ എടുക്കാനും ആരോഗ്യവകുപ്പ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്കൽ ബോഡികൾ ഇനി പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ മഴ പെയ്യാണ്, മാലിന്യം നീക്കം ചെയ്തില്ലെങ്കിൽ കൊതുകുകളുണ്ടാവും, കൊതു ഡെങ്കി പരത്തും. പക്ഷെ അവസാനം എല്ലാത്തിലും കുറ്റം പറയുന്ന ആരോഗ്യവകുപ്പിനാണ്. ഈ അനുബന്ധ ഡിപ്പാർട്ട്മെന്റുകളുടെ നോട്ടക്കുറവുണ്ടായാൽ അതിനും സമാധാനം പറയേണ്ടി വരുന്നത് ആരോഗ്യവകുപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗങ്ങൾക്കും ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ കാലവർഷം ശക്തമായാൽ ഡെങ്കി ഉൾപ്പെടെ വളരാനുള്ള സാധ്യതകളുണ്ട്. അത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ഇത് തടയുക, പകർച്ചവ്യാധികളെ നിയന്ത്രിക്കുക. അത് ഗവൺമെന്റ് ആശുപത്രികളോടൊപ്പം സ്വകാര്യ ആശുപത്രികളും അതിൽ പങ്കുവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, സ്വകാര്യ ആശുപത്രികളെ പൂർണ്ണമായി ഒരിക്കലും ആരോഗ്യരംഗത്ത് മാറ്റി നിർത്താൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. അവരെ കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് രോഗത്തിനെ നേരിടുക എന്നുള്ള സമീപനം തന്നെയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പറയുന്നതായതുകൊണ്ട് ഇവിടെയൊക്കെ ഒരു കിടക്കയിൽ ഒരു രോഗിയെ കാണും. പക്ഷെ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് കുറേ രോഗികളെ നിലത്ത് കിടത്തും. ചിലപ്പോൾ ഒരു കട്ടിൽ തന്നെ 2 പേരിടാം, ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കും. ഒരാൾ തെക്കോട്ട് നോക്കി കിടക്കുമ്പോൾ ഒരാൾ പടിഞ്ഞാറോട്ട് നോക്കി കിടക്കും. 2 വ്യത്യസ്ത അസുഖങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ നിർദ്ദേശം കൊടുത്തു, കഴിയുന്നതും ഈ നിലത്ത് കിടത്തൽ ഒഴിവാക്കുക. അതിനൊരു മാർഗം കണ്ടെത്തിയത് പുലയനാർക്കോട്ട ആശുപത്രിയിൽ ഏതാണ്ട് 1-2 വാർഡുകൾ വെറുതെ ഒഴിഞ്ഞു കിടക്കുക. അവിടെ രോഗികളുടെ നമ്പർ കുറവാണ്. ഏതായാലും അതിലെ ഒരു 1-2 വാർഡുകൾ ഒഴിപ്പിച്ചെടുത്ത് 200ഓളം കിടക്കകൾ സജ്ജീകരിച്ച് അവിടെ പനിയുടെ ക്ലിനിക്ക് അവിടെ ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി നിലത്ത് കിടത്തൽ ഇവിടെ തിരുവനന്തപുരത്ത് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. കോഴിക്കോട് ഇതുപോലെ പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരാതി, അവിടെ നിലത്ത് കിടത്തുന്നുണ്ട്. പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ച് അവർ ഒരു കെട്ടിടം പണിത് ബെഡും അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജുകളിൽ ഈ നിലത്ത് കിടത്തുന്ന ഏർപ്പാട് നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാം ഒറ്റയടിക്ക് സാധ്യമല്ല. അപ്പോൾ വന്നിട്ട് 1.5 മാസമായിട്ടില്ല, 1.5 മാസം തന്നെ ആയിട്ടില്ല. മെയ് മാസം 18-ാം തീയതിയാണ് ഞാൻ മന്ത്രിയാവുന്ന, വകുപ്പ് കയ്യിൽ കിട്ടുന്ന 21-ാം തീയതിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മാസവും ഏതാണ്ട് ഒരാഴ്ചയും മാത്രമേ വകുപ്പ് കയ്യിൽ കിട്ടിയിട്ടായിട്ടുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ ചില നടത്തുന്ന പ്രചരണം കണ്ടാൽ ഞാൻ എന്തോ 10-12 കൊല്ലമായി ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള മട്ടിലാണ് ചിലരൊക്കെ പ്രതികരിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്, പോട്ടെ, അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. അതുണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ഈ വകുപ്പിനെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക, അതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. പക്ഷേ സർക്കാർ ആശുപത്രികൾ ചെയ്യുന്ന ചില പ്രവണതകൾ, ഇന്നലെ ഇപ്പോൾ വയനാട്ടിലെ ഒരു ആശുപത്രിയിൽ DHS ഒരു പരിശോധന നടത്തി. ഞങ്ങൾ മിനിഞ്ഞാന്ന് വയനാട്ടിലുണ്ടായിരുന്നു. DHSനോട് പറഞ്ഞു മറ്റ് ആശുപത്രികളെ കൂടെ ഒന്ന് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ഒരാശുപത്രിയിൽ ചെന്നപ്പോൾ ഉപകരണങ്ങൾ 1.5 കൊല്ലമായിട്ട് ഒരു സ്ഥലത്ത് പൂട്ടിയിട്ടിരിക്കുക, അടച്ചു പൂട്ടിയിട്ടിരിക്കുക. കോടികൾ ചെലവഴിച്ച് വാങ്ങുന്ന സർക്കാർ ആശുപത്രിയിലേക്കുള്ള എക്യുപ്മെന്റ്സുകൾ പോലും ഉപയോഗിക്കാതെ കൂട്ടം കൂടി കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ വരുമ്പോൾ ശക്തമായിട്ടുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കും. സർക്കാർ ആശുപത്രികൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. സ്വകാര്യ ആശുപത്രിയോടൊപ്പം അവർക്ക് ഓടിയെത്താൻ കഴിയണം. അതിന് ഗവൺമെൻറ് ആശുപത്രികളെ
സംരക്ഷിച്ച് മുന്നോട്ട് നയിക്കുക എന്നുള്ള നയം തന്നെയാണ് സർക്കാരിനുള്ളത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രികളുടെ സേവനങ്ങളെയും ഞങ്ങൾ ബഹുമാനിക്കുകയും അവരെ സഹകരിപ്പിക്കുകയും അങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പ് ആഗ്രഹിക്കുന്നത്. ഞാൻ